വെൽക്കം ടു ലേൺ വിത്ത് പ്രീ. ലേൺ വിത്ത് പ്രീയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ, അതായത് കേരള സിലബസ്, നമ്മുടെ SSLCക്കാരുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ആയിരിക്കും. ഇന്നലെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ഇതിൻ്റെ ആദ്യമായിട്ട് ചെയ്തിരുന്നു. ഇന്ന് ബാക്കിയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Once again, welcome all of you to yet another classes of Learn with Pre. So question idana, that the sequence of natural numbers which leave remainder 1 on division by 3. അപ്പോൾ നമ്മൾ ഒരു സീക്വൻസ് എഴുതണം. സീക്വൻസ് ഏതാണ്? നമ്മളുടെ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. വെറും നാച്ചുറൽ നമ്പേഴ്സ് അല്ല, നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതുപോലെ ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നമ്മൾ വീണ്ടും ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക. എന്താണ്? നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന യെറ്റ് അനദർ സീക്വൻസും കൂടെ നമ്മൾ എഴുതണം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മൊത്തത്തിൽ 2 പാർട്ടാക്കാം. എ പാർട്ടിൽ എന്താണ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം. രണ്ടാമത്തെ പാർട്ടിൽ, ബി പാർട്ടിൽ നമ്മൾ എഴുതണം ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട്. ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണത്? 1, 4, 7, 10, 13. ഈ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്? ഞാൻ ചോദിച്ചത് കോഷ്യന്റ് അല്ല, റിമൈൻഡർ ആണ്. എഴുതിയിരിക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ കിട്ടുന്നത്? ഞാൻ ചോദിച്ചത് കോഷ്യന്റ് അല്ല, റിമൈൻഡർ ആണ്. എന്താ കിട്ടുന്നത്? 1 ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 divided by 3. 3 3s are 9. റിമൈൻഡർ നമുക്ക് എന്താ കിട്ടിയത്? 1 ആണ് കിട്ടിയത്. സോ ഈ എഴുതിയേക്കുന്ന എല്ലാ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റിമൈൻഡർ ആയിട്ട് കിട്ടും. ഓക്കെ, 3 4s are 12. ഓക്കെ, റിമൈൻഡർ എന്താണ്? 1 ആണ്. 13 ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതുക. ദാറ്റ് ഈസ്, നിങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതുമ്പോൾ 0 തൊട്ട് എഴുതാം. 3 × 0 0. കാരണം നമ്മുടെ കൂടെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, 0 ഒരു ഹോൾ നമ്പർ അല്ലേ എന്ന്. അതെ, 0 ഹോൾ നമ്പർ ആണ്. പക്ഷേ നമ്മുടെ കൂടെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, വെറും നാച്ചുറൽ നമ്പേഴ്സ് അല്ല എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആദ്യത്തെ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 0 എന്ന് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആദ്യം ചെയ്ത് തുടങ്ങാം. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ഞാൻ എഴുതി. ആദ്യത്തെ മൾട്ടിപ്പിൾ ഓഫ് 3 ഏതാണ്? 0 ആണ്. അത് കഴിഞ്ഞ് 1 3 is 3, 2 3s are 6, 3 3s are 9 and 4 3s are 12. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പേഴ്സ് എഴുതുക. ഒരു 3 4 5 ഒക്കെ മതി. ഓക്കെ, 4 ഒക്കെ മതി. 4 മീൻസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഈ കിട്ടിയ മൾട്ടിപ്പിൾസിനോടല്ല 1 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡിങ് 1 to ഈച്ച് മൾട്ടിപ്പിൾസ് ഓഫ് 3. അപ്പോൾ ഞാൻ 0യോട് 1 ആഡ് ചെയ്തു, എനിക്ക് 1 കിട്ടി. 3യോട് ഞാൻ 1 ആഡ് ചെയ്തു, എനിക്ക് 4 കിട്ടി. 6നോട് ഞാൻ 1 ആഡ് ചെയ്തു, എനിക്ക് 7 കിട്ടി. 9നോട് ഞാൻ 1 ആഡ് ചെയ്തു, എനിക്ക് 10 കിട്ടി. 12നോട് ഞാൻ 1 ആഡ് ചെയ്തു, എനിക്ക് 13 കിട്ടി. ഇത്രയേ ഉള്ളൂ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറയുന്നത്. അതായത് എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതുക, അതുപോലെ അതിനോടെല്ലാം 1 ആഡ് ചെയ്യുക. ആ കിട്ടുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ എൻ്റെ ബി പാർട്ട് എന്താണ്? The sequence of numbers which leaves remainder 2 on division by 3. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഇതാണ്. The sequence of numbers which leaves remainder 2 on division by 3 is 2, 5, 8, 11, then 14. കോമ ഇട്ട് തന്നെ നമ്പേഴ്സിനെ നമ്മൾ വേർതിരിച്ചെഴുതണം. അങ്ങനെയാണെങ്കിൽ അത് എന്താവത്തുള്ളൂ? സീക്വൻസ് ആവത്തുള്ളൂ, എക്സെട്ര. ഓക്കെ അല്ലേ? ഇതപ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതി നേരത്തെ പോലെ. ഓക്കെ, 3 × 0 0, 3 × 1 is 3, 3 2s are 6, 3 3s are 9, 3 4s are 12 and so on. ഓക്കെ,
എന്നിട്ട് നമ്മൾ നേരത്തെ എന്താണ് ചെയ്തത്? 1 ആണ് ആഡ് ചെയ്തത്. ഇവിടെ 1 അല്ല 2 ആഡ് ചെയ്യുക. 3ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 2 ആഡ് ചെയ്യുക. സോ ആഡ് 2 to each multiples of 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 plus 2 2 കിട്ടി. 3 plus 2 നമുക്ക് 5 കിട്ടി. 6 plus 2 നമുക്ക് 8 കിട്ടി. 11 plus 2 നമുക്ക് 9 plus 2 നമുക്ക് 11 കിട്ടി. 12 plus 2 നമുക്ക് 14 കിട്ടി. സോ നമുക്ക് നമ്മുടെ റിക്വേർഡ് സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ലേൺ വിത്ത് പ്രിയയുടെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കാണാം. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതൊരു പുതിയൊരു ചാനലാണ്. എല്ലാവരിലേക്കുമായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. ട്യൂഷനൊന്നും പോയി പഠിക്കാൻ പറ്റാത്ത ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഈ ചാനൽ ഉപകാരപ്രദമായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങളിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഞാനെന്താ വോട്ട് ചെയ്തിട്ടൊക്കെ വന്നതേ ഉള്ളൂ. സോ ഇന്ന് നമ്മളിവിടെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ പ്രീത ഹാനുഷ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ.